ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കൺസീൽഡ് വാൾ ഹാങ് ക്ലോസറ്റ് വരുന്ന ഏരിയകളിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡ്രൈനേജിൻ്റെ ഔട്ടും 4 ഇഞ്ച് ഔട്ട് വരുന്ന ഏരിയയും അതുപോലെ 1.25 ഇഞ്ച് അതായത് ഫ്ലഷ് ചെയ്യുമ്പോൾ വരുന്ന പൈപ്പും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ലെങ്ത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ഈ രണ്ട് കാണുന്ന ഉണ്ടോ, ഇത് രണ്ടാണ് 4 ഇഞ്ച്. ഏറ്റവും മുകളിൽ കാണുന്ന 1.25 ഇഞ്ച് ഔട്ട്, അതിലാണ് ഫ്ലഷിൽ ഇത് വെള്ളം വരുന്നത്. രണ്ടാമത് വരുന്നത് വെച്ചാൽ ഡ്രൈനേജ്. കണ്ടോ, ഈ പറയുന്ന ഫിറ്റിങ്സ് ആണ് നമ്മൾ ഈ പറയുന്ന കൺസീൽഡ് ഫ്ലഷിൻ്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ലെങ്ത്ത് ആയിരിക്കില്ല വരുന്നത്, അതായത് ലെങ്ത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. കൂടുതലായിരിക്കും നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് കിട്ടുക, അതായത് ഈ പറയുന്ന ഫിറ്റിങ്സ് കിട്ടുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ലെവലിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ക്ലോസറ്റ് നമുക്ക് ഭിത്തിയോട് അടുക്കില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ആദ്യമേ തന്നെ നോക്കാം. നമുക്ക് നോക്കുക, ക്ലോസറ്റിൻ്റെ ഉള്ളിൽ നോക്കുക. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ 4 ഇഞ്ചിൻ്റെ ഔട്ട് വരുന്നത്. അവിടെ നമ്മൾ വാഷ് കാര്യങ്ങൾ ഇട്ടതിന് ശേഷം ഈ പറയുന്ന കണ്ടോ, ഈ ഫിറ്റിങ്സ് കൺസീൽഡ് ഫ്ലഷിൻ്റെ കൂടെ അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്ലോസറ്റിൻ്റെ കൂടെ ആയിരിക്കും സാധാരണ തരുന്നത്. ആദ്യമേ തന്നെ ഈ മെഷ് ചെയ്തതിന് ശേഷം നേരെ ഇതിലേക്ക് കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്തെന്ന് വെച്ചാൽ മാക്സിമം എത്ര കയറുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മൾ ആ വാഷ് ഉൾപ്പെടെ ഇട്ടതിന് ശേഷം ആ ഫിറ്റിങ്സ് അതിലേക്ക് കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ഇത്രയാണ് ഇതിൻ്റെ അത് മാക്സിമം കയറുള്ളൂ. അത് വന്ന് ഇടിച്ച് നിൽക്കുന്ന അവസ്ഥ. ഇനി നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ക്ലോസറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഏരിയ എത്രയുണ്ടെന്ന് നോക്കണം. ആദ്യമേ തന്നെ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്യാൻ ഏറ്റവും നല്ലത് നല്ല നീളമുള്ള ഒരു പട്ടിയ കഷ്ണോ അല്ലെങ്കിൽ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുക്കുക. നേരെ ക്ലോസറ്റിൻ്റെ രണ്ടറ്റത്തും വരുന്ന രീതിയിൽ ടച്ച് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ഔട്ട് പുറത്ത് മാർക്ക് ചെയ്യുക. ഔട്ട് ഇന്നറിലുള്ള ആണ് നമ്മുടെ ലെവൽ, അത് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ടേപ്പ് എടുത്തതിന് ശേഷം നമുക്ക് കണ്ട കൺസീൽഡ് ഫ്ലഷ് ഇതിൻ്റെ അകത്തേക്ക് എത്ര ഇഞ്ചിലാണ് അല്ലെങ്കിൽ എത്ര സെൻറ്റിമീറ്ററാണ് അകത്തേക്ക് കയറുന്നതെന്ന് നോക്കണം. ആ കയറുന്ന സംഭവം നമ്മൾ ഈ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആ മെഷർമെൻറ്റിൽ നിന്നും അളന്നെടുത്തതിന് ശേഷം വേണ്ട ആ ലെവൽ വന്നതിൽ നിന്നും അളന്നെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ പറയുന്ന 4 ഇഞ്ചിൻ്റെ ഫിറ്റിങ്സ് ഉണ്ടാവും. ആ ഫിറ്റിങ്സ് നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം. എന്നാൽ ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ 4 ഇഞ്ചിന് കറക്റ്റ് ചെയ്ത് എത്ര അകത്തേക്ക് കയറും, അതായത് രണ്ട് ക്ലോസറ്റിൻ്റെ അകത്തേക്ക് എത്ര കയറും, കൺസീൽഡ് ഫ്ലഷിൻ്റെ ബോഡിയിലേക്ക് എത്ര കയറും എന്ന് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് നമ്മളെടുത്ത് ക്ലിയർ ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്ലഷിലേക്ക് വരുന്ന ഔട്ടും അങ്ങനെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ഫ്ലഷിലേക്ക് വരുന്ന ഔട്ട് നേരെ ഇതുപോലെ തന്നെ ബുഷ് കാര്യങ്ങൾ ഇട്ടതിന് ശേഷം നേരെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുക. അപ്പോൾ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കയറിയിരിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പട്ടിക കഷ്ണോ അല്ലെങ്കിൽ നല്ല സ്ട്രെയിറ്റ് ലെങ്ത്തുള്ള ഒരു ലെവലോ കാര്യങ്ങൾ എടുത്തതിന് ശേഷം മാർക്ക് ചെയ്യുക. ഇനി അതിനുശേഷം ആ മാർക്ക് ചെയ്തതിന് ശേഷം എവിടെയാണെന്ന് നമ്മൾ ജസ്റ്റ് ബ്ലേഡിന് അവിടെയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ആ ലെവലിൽ വരുന്നത് അതിൽ നിന്നും ഏകദേശം നമ്മുടെ ഭിത്തിയുടെ അകത്തേക്ക് കയറുന്ന ആ ലെങ്ത്ത് ഇതിലേക്ക് എടുത്തതിന് ശേഷം ഉണ്ട് അത് ഇതുപോലെ തന്നെ അകത്തേക്ക് ദൂരം കയറുമെന്ന് നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്യണം. ആ മെഷർമെൻറ്റ് ബാക്കി വരുന്ന ഏരിയയിലേക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ഔട്ട് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ 1.25 ഇഞ്ച് പൈപ്പ് എന്തോരം കയറുമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ട് ശേഷം ചെയ്യാൻ ഒരുപാട് കൂടി പോകാൻ പാടില്ല, എന്നാൽ ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല. അതായത് കറക്റ്റ് ലെവലിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് ലെങ്ത്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസറ്റ് ഭിത്തിയോടെ അടുക്കില്ല. അതുമാത്രമല്ല കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കണം നമുക്കത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് അതിൻ്റെ കൺസീൽഡ് ഫ്ലഷിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine,